ജോജുവിനെ പണ്ട് തൊട്ടേ എനിക്കറിയാം. പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് തന്നെ ജോജുവിൻ്റെ സിനിമ സിനിമയെ പറ്റിയുള്ള ഗ്രാഹ്യങ്ങളും സിനിമയോടുള്ള പാഷനും സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അവൻ്റെ ഒരു ആത്മാർത്ഥത ഒക്കെ നമുക്കറിയാം. ഇപ്പം ഞാനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഞാനും സിനിമയ്ക്ക് വേണ്ടി പിടിച്ചു നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്ട്രഗിളും ജോജുവിൻ്റെ സ്ട്രഗിളും കൂടെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. എൻ്റെ ആത്മാർത്ഥതയും ജോജുവിൻ്റെ ആത്മാർത്ഥതയും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ആത്മാർത്ഥതയോടെ പിടിച്ചു നിന്നിട്ട് അതുപോലെ സിനിമയ്ക്ക് വേണ്ടി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങിയിട്ടാണ് ജോജു ഇന്നത്തെ ജോജു ആയത്. അപ്പോൾ ജോജു സിനിമ ചെയ്യാൻ വന്നപ്പോഴും ജോജു ചില കാര്യങ്ങൾ ബോധപൂർവം അടച്ചു വെച്ചിട്ടാണ് സിനിമയിലേക്ക് കടന്നത്. കാരണം ജോജുവിൻ്റെ മനസ്സിൽ ഒരു വിഷ്വലുണ്ട്. അത് തൃശ്ശൂർ റൗണ്ടിൽ ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു എന്നുള്ളതാണെങ്കിൽ അതങ്ങനെ തന്നെ പുള്ളി മനസ്സിൽ കണ്ട പോലെ തന്നെ സ്ക്രീനിൽ വേണം. അപ്പോൾ പുള്ളി അടച്ചു വെക്കുന്നത് പൈസ ചിലവാകുന്ന ഒരു ഏരിയയാണ്. അവനും കൂടിയാണ് പ്രൊഡ്യൂസർ. ചിലവാകുന്ന പൈസയെ പറ്റിയുള്ള ഏരിയ പുള്ളി അടച്ചു വെക്കുക. അത് മറ്റുള്ളവരുടെ ടെൻഷൻ. എനിക്ക് ഈ വിഷ്വൽ കിട്ടണം എന്ന് പറയുന്ന പിടിവാശിയുടെ പുറത്താണ് ആ സിനിമ നിങ്ങൾ കാണുന്ന രീതിയിൽ ഒരു നഗരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പോലെ നമുക്ക് തോന്നിയത്. ഇതും ഈ പിടിവാശികളും ഈ നിർബന്ധങ്ങളും പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്നോട് 15 ദിവസത്തെ ഡേറ്റാണ് ചോദിച്ചത്. പക്ഷേ എന്നോട് പറഞ്ഞു 30 ദിവസം ലൊക്കേഷനിലുണ്ടാവണം, 15 ദിവസം അഭിനയിച്ചാൽ മതി, 30 ദിവസം ലൊക്കേഷനിലുണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ 85 ദിവസത്തോളം ലൊക്കേഷനിലുണ്ടായിരുന്നു, രാവും പകലും. കൂടുതലും രാത്രിയാണ് ആ പടം. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജോജു അടച്ചു വെക്കുന്നത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഏരിയയാണ്. അവൻ സുഹൃത്താണ്, അല്ലെങ്കിൽ അവന് വേറെ പടങ്ങൾ ചെയ്യണം. ഈ ഏരിയ പുള്ളി അടച്ചു വെച്ചിട്ടാണ് പുള്ളിയുടെ സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി പോകുന്നത്. അപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആർക്കൊക്കെ ഉണ്ടായാലും ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഡയറക്ടറിന് പലപ്പോഴും ഇതുപോലെ പല വാതിലുകൾ അടച്ചു വെക്കുകയും ചില വാതിലുകൾ തുറന്നു വെക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ട പണി എന്ന് പറയുന്ന സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേക്കിംഗ് ആണ് ആ സിനിമയുടെ. ഭയങ്കര റിയലായിട്ട്, ഭയങ്കര ഒറിജിനലായിട്ട്. പിന്നെ ജോജുവിനെ എനിക്ക് ഇത്ര കാലങ്ങളായിട്ട് ഞങ്ങൾ ഒത്തിരി കഥകളും പല കോൺസെപ്റ്റുകളും പണ്ട് കാലത്ത് ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു 80% അവൻ അതിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നല്ല റിസൾട്ടായി വന്നത് ജോജുവിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ആ റിസൾട്ട് ബാക്ക് ഫയർ ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ കരിയർ തന്നെ ഭയങ്കര അപകടത്തിലായിരുന്നു, അവൻ്റെ ജീവിതം തന്നെ ഭയങ്കര അപകടത്തിലായിരുന്നു. സോ ഇപ്പോഴും നേച്ചർ കോൺസ്പയർസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം പാഷനേറ്റായിട്ടാണ് പുള്ളി ആ സിനിമ ചെയ്തത്. എഴുത്ത് പ്രശാന്ത് അവരുടെയൊക്കെ എഴുതുമായിരുന്നു പറഞ്ഞിട്ടില്ലേ, അതുപോലെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ എപ്പോഴും താല്പര്യമുണ്ടോ? അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇന്ന് ആവശ്യം പോയതോടുകൂടി ആ ടാലൻറ്റ് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ജിജോ ആൻ്റണി, അടിത്തട്ടെന്ന് പറഞ്ഞ സിനിമയുടെയൊക്കെ സംവിധാനം, ജിജോ എന്നോട് പറയടോ, സിനിമ നടക്കാത്ത കാലത്ത് താൻ കുറേ സ്ക്രിപ്റ്റൊക്കെ എഴുതി നടന്നില്ല, ഇപ്പോൾ താൻ വിചാരിച്ച ഒരു പ്രോജക്റ്റ് നടക്കും, ഒരെണ്ണം എഴുതിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ അന്ന് പല കാര്യങ്ങളും ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഞാൻ റോഡിൽ കണ്ടാൽ ആ ഇൻസിഡൻറ്റിൻ്റെ ബാക്കും അതിന് മുന്നോട്ടും ഞാൻ വെറുതെ ഇങ്ങനെ വിഷ്വൽ ചെയ്ത് പോകുമായിരുന്നു. ഇന്നിപ്പോൾ ഞാനങ്ങനെ കാണുന്ന ഇൻസിഡൻസിനെ പറ്റി ചിന്തിക്കാറേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്കതൊരു ആവശ്യമല്ല. എന്നെ സംബന്ധിച്ച് അടുത്ത വേഷം ഏതാണ്, അടുത്ത പ്രൊജക്റ്റ് ഏതാണ് നടക്കുന്നത്, ആരെയാണ് വിളിക്കേണ്ടതെന്നുള്ള പോയിന്റിലേക്ക് എൻ്റെ ഫോക്കസ് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും എനിക്ക് ചിലപ്പം ഇതിൻ്റെ മുന്നോട്ടും പിന്നോട്ടും ഞാൻ ആ ഇൻസിഡൻറ്റ് കാണുന്നുണ്ട്, അത് ചില പത്രത്തിലൊരു വാർത്ത വായിക്കുമ്പം അത് വായിക്കുന്നുണ്ട്, എംപതൈസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത് വിഷ്വലൈസ് ചെയ്ത് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കില്ല. കാരണം എനിക്കതൊരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ആവശ്യം വേറൊരു വഴിക്കാണ്. എനിക്ക് എൻ്റെ സത്യസന്ധമായി പറഞ്ഞാൽ സിനിമകൾ കൂടിയതനുസരിച്ച് ജീവിത രീതികൾ മാറിയിട്ടുണ്ട്, ആവശ്യങ്ങൾ കൂടിയിട്ടുണ്ട്, വരുമാനം കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആവശ്യങ്ങളും കൂടിയിട്ടുണ്ട്. അപ്പം സത്യസന്ധമായി ജെന്യുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനുള്ള വരുമാനം ഉണ്ടാക്കണം എന്നുള്ളതൊരു പോയിൻറ്റ്. ഇന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ കരിയറിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് ഒരു പടി പോലും പുറകോട്ടിറങ്ങാതെ മുന്നോട്ട് പോകണം എന്നുള്ളൊരാവശ്യം വേറൊരു പോയിന്റ്. അപ്പോൾ അതിലേക്കായി ഫോക്കസ്. എങ്ങനെ പുതിയ സിനിമകൾ, നല്ല വേഷങ്ങളിലേക്ക് എത്താൻ പറ്റും, എങ്ങനെ ഇപ്പോൾ പുരുഷപ്രേതം കഴിഞ്ഞതോടുകൂടി ഇനിയൊരു പ്രൊജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ ചിന്തകളിലേക്ക് പോയതുകൊണ്ടാവാം എനിക്ക് ഈ എഴുത്തിൻ്റെ വഴി
എനിക്കറിയത്തില്ല. ഇനി ഇതൊക്കെ അടിഞ്ഞു പോയി സെറ്റായിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും ആലോചനകൾ കൂടുക. ഈ ആലോചനകൾ കൂടുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി ആ സൈഡിൽ കൂടുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പണ്ടത്തേക്കാളിലും ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൾക്കാർ ഇരിക്കുന്നത്, ആൾക്കാരെന്തെങ്കിലും ചെയ്യുന്നത്, പെരുമാറുന്നത്, ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ അഭിനയം മാത്രം മതി എന്നുള്ളൊരു പോയിന്റിലേക്ക് കാര്യങ്ങൾ മാറിയതാവും. എനിക്കറിയില്ല. എനിക്ക് ജോജു സിനിമ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ജോജു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ആ ജോജു അതെല്ലാം മാറ്റി വെച്ചിട്ട് 1.5 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ എന്ന് പറഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അത് സംഭവിച്ചു. ഇനിയും ഒരു സിനിമ അദ്ദേഹം ചെയ്യുമെന്ന് അതിന് ഉടനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതിലൊക്കെ ഓരോ മൈൻഡ് സെറ്റും ഓരോ പ്രിപ്പറേഷൻസും ഒക്കെ വളരെ ആവശ്യമാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ ചിലപ്പം പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും. അതാണ് ഈ ചോദ്യത്തിന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ആ ഏരിയയിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരിക്കും. ഞാൻ ചിലപ്പം ഈ ഏരിയയിലായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ക്യാരക്ടർ നന്നാകുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും എൻ്റെ റിസൾട്ട്. എനിക്ക് അറിഞ്ഞൂടാ. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ഓൺ ഓപ്പർച്യൂണിറ്റി സീസ് ചെയ്യുക എന്നുള്ള ഒരു ലൈനിലോട്ടാണ് ചിന്തിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് വരണം, അങ്ങനെ ആഗ്രഹിക്കുന്നത്. CC എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ ആ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇതിച്ചിരി സുഖമുള്ളൊരു പണിയാണ്. ഈ സുഖിമാൻ്റെ പണിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പം ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഏരിയയെ പറ്റി നമ്മൾ വേണ്ട എന്ന് പറയുന്നൊരു തോന്നലിലേക്ക് എത്തും എന്നാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും ഞാൻ എഴുതിയ തിരക്കഥയൊക്കെ സിനിമ ആവുന്നതിൻ്റെ വക്കിൽ വരെ എത്തിയിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ ഈ പല ലൊക്കേഷൻ, അന്ന് എനിക്ക് അഭിനയിക്കാൻ വേഷങ്ങളില്ല. അപ്പം ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാനൊരു ലൊക്കേഷനിൽ ഒരു നടനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്നെപ്പോലെ ഒരു 4-5 പേരെങ്കിലും അവിടെ കാണും, ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിനായിട്ട് അവിടെ വന്നിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, 6-7 മാസം എടുത്തിട്ടാണ് ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നതും ഒരു തിരക്കഥയാക്കുന്നതും പിന്നെ അത് പ്രൊജക്റ്റ് ആക്കുന്നതും 1.5-2 വർഷം 3 വർഷം മിനിമം പോയിട്ടാണ് ഒരു പ്രൊജക്റ്റ് ആക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. പക്ഷേ ആ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ കയ്യടികൾ മുഴുവൻ ഒരു താരമാണ് ഒരു നടനാണ് അത് മൊത്തം കിട്ടുക. അപ്പം നടന് ഈ മുന്നിലോട്ട് വരുന്നതെന്ന് നടൻ്റെ ജോലിയാണ് ഭയങ്കര എളുപ്പം എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ എന്നിലെ നടൻ ഉയർന്നിട്ട് പറയും, എന്നിട്ട് എന്താടാ നിനക്ക് അതുപോലത്തെ അവസരങ്ങൾ കിട്ടാത്തത്? ഒരു വേഷം കിട്ടാൻ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നന്ന് ഞാൻ. അപ്പം നമുക്ക് സിനിമയിൽ ഒരാളുടെ ജോലി എളുപ്പമല്ല, ഒരാളുടെ ജോലിയിലും കഷ്ടപ്പാടുകൾ ഇല്ലാതെ ഇല്ല. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കരിയറിലും നല്ല കഷ്ടപ്പാടുകളുണ്ട്. അതങ്ങനെ നിലനിർത്താൻ, പ്രൊജക്റ്റുകൾ അങ്ങനെ കൊണ്ടുപോകാൻ എന്നുള്ള തിരിച്ചറിവുകളൊക്കെ കിട്ടിയത് ആ യാത്രയിലാണ്. പക്ഷെ ഒന്ന് ട്രാക്കിലായാൽ കുറച്ച് സുഖമുള്ള ഏറിയ അഭിനയം തന്നെയാണ്. അതിന് പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ജോണി ചേട്ടൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോണി ചേട്ടനോട് ഏത് ഇൻ്റർവ്യൂവിൽ ഏത് പടം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊന്നുവനെ ഞാനൊന്ന് അഭിനയിച്ച് പൊക്കോട്ടാ എന്നാണ് പുള്ളി പറയുക. അപ്പോൾ ഒരു ആക്ടറുടെ ജീവിതം ഒരു ഫിലിം മേക്കറുടെ ജീവിതത്തെക്കാളും എല്ലാത്തിനും സ്ട്രഗിളുണ്ട്. പക്ഷേ ഒരു ഫിലിം മേക്കറുടെ സ്ട്രഗിളിനേക്കാളും സ്ട്രഗിൾ കുറവായിരിക്കും ഒരു ആക്ടറിൻ്റെ ലൈഫിൽ. അതിൽ ഒരു ചിറക്കൊന്ന് സൂചിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കഷ്ടപ്പെടാനൊരു മടി ഉണ്ടാവൂലേ? ചിലപ്പോൾ അതായിരിക്കും. എന്ന് പറഞ്ഞാൽ സൂചിച്ച് തുടങ്ങിയെന്നല്ലേ കേട്ടോ അതിൻ്റെ അർത്ഥം. ചെറിയ സുഖം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കരിയറിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയാമെന്നറിയില്ല, മധുരരാജയിലെ ആ പാട്ടും സണ്ണി ലിയോണിലുള്ള ആ ഡാൻസും അത് വൈറലായ കാര്യങ്ങളും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രീഫൊക്കെ ആദ്യമേ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത്? അത് ഉണ്ടായിരുന്നു. അത് വൈശാഖുമായിട്ട് ഒരു ബന്ധമുണ്ടാവുകയും ഞങ്ങൾ ഒരു ഫാമിലി പോലെ ആണ്. ഉദയേട്ടൻ, വൈശാഖ് എന്നും കാണുകയും എന്നും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അന്ന് വൈശാഖ് എനിക്കൊരു ഗുണമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ആ ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പം അത് ഇറങ്ങി
ആ ഏരിയയൊക്കെ വളരെ നന്നായിട്ട് തന്നെ പോയി. എങ്കിലും എനിക്കന്ന് വളരെ വിഷമമുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാരും മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടില്ലെങ്കും. അന്ന് ഫേസ്ബുക്കിൽ ഫിലിം ഗ്രൂപ്പുകളൊക്കെ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ റിയലിസ്റ്റിക് സിനിമകളോട് അന്ധമായൊരു ആരാധന ആൾക്കാർക്ക് തോന്നിയിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ റിയലിസ്റ്റിക് സിനിമകളിലെ ഒരു സീൻ 2 സീൻ പെർഫോമൻസുകളെ പോലും പലരും വലുതായിട്ട് എഴുതി പോന്നപ്പോൾ മധുരരാജയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷം ചെയ്ത എന്നെപ്പറ്റി എങ്ങും മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടില്ല. അപ്പം സിനിമ മാറിയ സമയത്ത് ആണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി കിട്ടിയത്, എനിക്ക് ശരിക്കും വേണ്ടിയിരുന്നത് മറ്റേ ആണല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് അന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകെ ഞാൻ എവിടെ ചെന്നാലും ആബാലവൃദ്ധ ജനങ്ങൾ എന്നെപ്പറ്റി പറയുന്നത് സണ്ണി ലിയോണിൻ്റെ, അത് കൊച്ചു കുട്ടികൾ മുതൽ ഒരു 65 വയസ്സ് വരെയുള്ള ആൾക്കാർ പറയും സണ്ണി ലിയോണിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത് നമ്മുടെ മറ്റേ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴാണ് ഈ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതും എൻ്റെ കരിയറിൽ വലിയ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണെന്നുള്ളത്. അന്ന് എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിരുന്നെങ്കിലും. അതുപോലെ ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ മമ്മൂക്കായിട്ടുള്ള ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തു. അതൊക്കെ സംഭവിച്ചു പോയതാണ്. അതിലൊരു സൗഹൃദം അങ്ങനെ ഉണ്ടോ? സൗഹൃദം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ പലരുടെയും ഇപ്പോൾ ചരിത്രത്തിലൂടെ ഒക്കെ ഞാൻ കേൾക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അന്നും ഇന്നും ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും അന്ന് രാത്രിയിൽ തന്നെ വിളിച്ച് ഞാൻ അന്നേരത്തെ ഒരു മുകളിൽ പറഞ്ഞാൽ സോറി ഇന്ന് അത്രയ്ക്കൊരു എങ്ങനത്തെ കഥകളാണ് നമ്മൾ മുഴുവൻ കേൾക്കുന്നത്. അപ്പം മമ്മൂക്കയുമായിട്ടൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നമ്പർ കിട്ടുന്നു, ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മറുപടി അയക്കുന്നതും CBI കഴിഞ്ഞതിന് ശേഷമാണ്. CBIയുടെ ലൊക്കേഷൻ ഞങ്ങൾ ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അപ്പം അതുവരെ ഞാൻ സിനിമയ്ക്ക് പുറത്തായിരുന്നല്ലോ. പിന്നിപ്പം ഞാൻ സിനിമയ്ക്ക് ഉള്ളിലോട്ട് കയറി വന്നപ്പോൾ ചിലപ്പം അതിൻ്റെ ഒരു പരിചയവും നമുക്ക് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാനതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയച്ച് മറുപടി വന്നെന്ന് പറഞ്ഞ് പലരും കാണിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കും ആ മറുപടി കിട്ടുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളായിരുന്നു എന്നുള്ള മീൻസ് അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ടാലൻറ്റിനെ കണ്ടാൽ അയാളെ എങ്ങനെയെങ്കിലും സിനിമയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്താറുണ്ട്. അത് അയാൾ പോലും അറിയണമെന്നില്ല. അങ്ങനെ ഞാനും പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന താരങ്ങളുടെ ഒപ്പം നമ്മൾ അഭിനയിക്കുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്.